എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഗുണമേന്മയുള്ള മായമൊന്നും ചേർക്കാത്ത ഉലുവാപ്പൊടി എങ്ങനെ തയ്യാറാക്കാം വീട്ടിൽ എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. വെള്ളമയം ഒന്നും കാണല്ലേ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ലെവലിലായിരിക്കണം, കൂട്ടി വെക്കരുത്. എന്നുവെച്ചാൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ പെയ്യെ അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഉലുവയുടെയൊക്കെ കളർ പെയ്യെ മാറി വരുന്നുണ്ട്. അതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, തീ കൂട്ടി വെക്കരുത്. ഇപ്പം പെയ്യെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉലുവയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് പെയ്യെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പം ചെറുതായിട്ട് പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കളർ നല്ല വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ, കരിഞ്ഞു പോകല്ല ഒരിക്കലും, അത് ഇളക്കാതിരിക്കുകയും ചെയ്യല്ലേ. ഇപ്പം നേട്ടം നല്ലതായിട്ട് നമുക്കതിനെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ വെക്കലെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകും. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറ്, വെള്ളമയം ഒന്നും ഇല്ലാത്ത ഒരു തുടച്ച് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നല്ലതായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടോ, നല്ലതായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമയം ഒന്നും ഇല്ലാത്ത നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റിയൊരു കുപ്പിയിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം. എന്നുവെച്ചാൽ വെള്ളമയം ഒന്നും കാണല്, എടുക്കുന്ന സ്പൂണിനും കാണല്, കുപ്പിക്കും കാണല്. ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.